ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പച്ചടി റെസിപ്പിയാണിത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പച്ചടി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചോപ്പർ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് വളരെ തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ കാണുന്ന പോലെ നൈസ് ആൻഡ് തിന്നായിട്ട് വേണം നമ്മൾ ബീട്രൂട്ട് ചോപ്പ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ പച്ചടി ആക്കുമ്പോൾ അധികം കട്ടിയുള്ളതാവുമ്പം കടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് 2 കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ ചട്ടി എടുക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബീട്രൂട്ടും പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീട്രൂട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ്സ് എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മണ്ണിൻ്റെ ഒരു ടേസ്റ്റ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് ഹാഫ് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ബീട്രൂട്ട് ഇവിടെ ഓൾമോസ്റ്റ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പച്ചമണമൊന്നും ഇല്ല. ഇനിയാണ് നമ്മൾ ഇവിടെ 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട്, കട്ട പിടിച്ച തൈരാണെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കൊടുത്ത പാടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.